സൗദി പതാക ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സൗദി അറേബ്യയുടെ 95ാമത് ദേശീയ ദിനം അടുത്തു വരവെ സൗദി പതാക ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട 13 വിലക്കുകൾ എന്തൊക്കെയാണെന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് പൊതുസുരക്ഷാ വകുപ്പ്. പതാക മങ്ങിയതോ മോശം അവസ്ഥയിലോ ആണെങ്കിൽ അത് ഉയർത്തുന്നതിന് വിലക്കുണ്ട്. ഉപയോഗിക്കാൻ കഴിയാത്ത നിലക്ക് വളരെ പഴയതാണെങ്കിലും പതാക ഉപയോഗിക്കുന്ന സ്ഥാപനം തന്നെ അത് നശിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും വസ്തുക്കൾ കെട്ടുന്നതിനോ കൊണ്ടുപോകുന്നതിനോ പതാക ഉപയോഗിക്കാൻ പാടില്ല. മൃഗങ്ങളുടെ ശരീരങ്ങളിൽ പതാക സ്ഥാപിക്കുന്നതും അച്ചടിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. വാണിജ്യ പരസ്യ ആവശ്യങ്ങൾക്കോ നിയമം അനുശാസിക്കുന്നതല്ലാത്ത മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ദേശീയ പതാക വ്യാപാര മുദ്രയായി ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. കേടുവരാനോ വൃത്തികേടാകാനോ ഇടയാകുന്ന മോശം സ്ഥലത്ത് പതാക സൂക്ഷിക്കരുതെന്നും പൊതുസുരക്ഷാ വകുപ്പ് പറയുന്നുണ്ട്. പതാക പാറിക്കളിക്കാത്ത നിലയ്ക്ക് ഒരിക്കലും കൊടിമരത്തിൽ ഉറപ്പിക്കുകയോ കെട്ടുകയോ ചെയ്യരുത്. മറിച്ച് എല്ലായ്പ്പോഴും നിവർന്നു നിൽക്കുകയും സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുകയും വേണം. പതാകയിൽ വാക്യങ്ങളോ മുദ്രാവാക്യങ്ങളോ ചിത്രങ്ങളോ സ്ഥാപിക്കാൻ പാടില്ല. ദേശീയ പതാകയുടെ അരികുകൾ അലങ്കരിക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയോ ചെയ്യരുത്. ഒരു സാഹചര്യത്തിലും സൗദി പതാക തല കീഴായി ഉയർത്തരുത്. രാജ്യത്തിന്റെ ദേശീയ പതാകയോ രാജാവിന്റെ പ്രത്യേക പതാകയോ താഴ്ത്തിക്കെട്ടുന്നത് നിരോധിച്ചിരിക്കുന്നു. ഉപയോഗത്തിന് ശേഷം നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വസ്തുക്കളിൽ അച്ചടിക്കുന്നത് ഉൾപ്പെടെ പതാകയെ അപമാനിക്കുന്നതോ കേടുവരുത്തുന്നതോ ആയ ഒരു രീതിയിലും ഉപയോഗിക്കുന്നതും നിരോധിച്ചിരിക്കുന്നുണ്ട്. പതാക അതിന് താഴെയുള്ള ഒന്നിനോടും, അതായത് ഭൂമി, വെള്ളം, മേശ പോലെയുള്ള ഒന്നിനെ സ്പർശിക്കുന്ന രീതിയിൽ സ്ഥാപിക്കരുത്. രാജാവിന്റെ പതാകയുടെ കാര്യത്തിലൊഴികെ ഒരു ചിഹ്നവും പതാകയിൽ സ്ഥാപിക്കരുത്. രാജാവിന്റെ പതാകയിൽ കുറുകെയുള്ള 2 വാളുകളും അതിനു മുകളിലുള്ള ഈത്തപ്പനയും അടങ്ങുന്ന രാജ്യത്തിന്റെ ചിഹ്നം കൊടിമരത്തോട് ചേർന്നുള്ള താഴത്തെ മൂലയിൽ അടങ്ങിയിരിക്കണമെന്നും പൊതുസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കി.